അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷമാം ജ്യൂസുമായിട്ടാണ്. മസ്ക് മെലൻ എന്നൊക്കെ പറയും. ഇത് വെറുതെ കഴിക്കാൻ അധികം ടേസ്റ്റ് ഇല്ലെങ്കിലും പക്ഷേ ഇങ്ങനെ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. ഇന്ന് റമദാൻ 15. അപ്പോൾ നമ്മുടെ ഇഫ്താർ ഡ്രിങ്ക് ഇതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഷമാം ജ്യൂസ് അടിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഷമാമിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൊലി ഇച്ചിരി കട്ടിയായിരിക്കും. അപ്പോൾ കട്ടിയിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ഷമാമ് നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസ് നല്ലതുപോലെ തണുത്തിരിക്കും. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈന്തപ്പഴവും കുറച്ച് കാഷ്നട്ടും കുറച്ച് ബദാമുമാണ്. ഞാനൊരു 10 കാഷ്നട്ടും ഒരു 10 ബദാമും ഒരു 8 ഈന്തപ്പഴം കുതിർത്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ച് ഒന്ന് കട്ടാക്കി എടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ജ്യൂസിന് നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല കട്ടിയിലുള്ള ജ്യൂസ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഷമാം പീസസ്, തണുപ്പിച്ച് വെച്ച ഷമാം പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കുതിർത്ത് വെച്ച ഈന്തപ്പഴവും കാഷ്നട്ടും ബദാമും ആണ്. നിങ്ങൾ കുതിർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആദ്യം കാഷ്നട്ടും ബദാമും ഈന്തപ്പഴം ഇട്ട് കൊടുത്ത് അരച്ചെടുത്തതിന് ശേഷം ഷമാമിൻ്റെ പീസസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് തലേന്ന് കുതിർത്ത് വെച്ച ഈന്തപ്പഴവും കാഷ്നട്ടും ബദാമും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ജ്യൂസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. അതിനുശേഷം നമ്മൾ കട്ടയാക്കിയെടുത്ത പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്ന് പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരിക. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും. ഇത് ഞാനിവിടെ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ജ്യൂസിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പാലും ഈന്തപ്പഴവും കാഷ്നട്ടും ബദാമും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ തിക്കായിട്ടുള്ള ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷമാം ജ്യൂസ് കണ്ടോ. ഇനി നമുക്കത് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. വെള്ളം ചേർത്ത് അടിക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസ് കിട്ടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്നട്ടും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ടും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ് ഈ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.